ധ്യാനിന്റെ ഒരു പടം റോസ്റ്റ് ചെയ്യാന്ന് വെച്ചപ്പോ മൂപ്പര് ഒരു പടക്കക്കടയാണ് ഗൈസ്. പടക്ക കച്ചവടത്തിനാണെങ്കിൽ ഞാൻ പൈസ തരാം. കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. നമുക്കിന്ന് SN സ്വാമിയുടെ ഗംഭീര പടമായിട്ടുള്ള സീക്രറ്റ് ആണ് ഞാനിന്ന് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പടത്തിന്റെ തുടക്കത്തിൽ കുറെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്തിറ്റോ പാട്ട് പാടുന്നത്. ആ പാട്ടും ഈ ഇപ്പൊ കാണിക്കുന്നതും ഈ പടമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് കുറെ നേരം കാണിക്കുന്നത് എന്തിനാണാവോ? എന്ത് കാര്യത്തിനാണത്? ഒരു സുഖം, ഒരു മനസുഖം. എന്നിട്ട് ആ സീൻ കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത പാട്ട്. ഒരു പാട്ട് കഴിഞ്ഞുള്ളൂ, അപ്പൊ ഈ അടുത്ത പാട്ട്. വീണ്ടും നിങ്ങളോ? ഇവര് മൂന്നുപേരും ഭയങ്കര ഫ്രണ്ട്സാണ്. പിന്നെ ആ വെള്ളമുടിയുള്ള മച്ചാനില്ലേ, മച്ചാനും ധ്യാനെ കൂട്ടിയിട്ട് ഒരു ജ്യോതിഷം നോക്കണ സ്ഥലത്ത് പോവും. നിങ്ങളും ഇരുന്നോളിക്കോളുക. കുട്ടിയുടെ ആയുസൊന്ന് നോക്കിയാൽ. അതെ, ആയുസിന്റെ കബടി. ഈ കുട്ടി മരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കണു. തലനാരെടുക്കാൻ രക്ഷപ്പെട്ടത്. ഇനി ഈ കുട്ടിക്ക് മരിക്കണവരെ ഒടുക്കത്തായുസ. അത്രേ ഉള്ളൂ. ധ്യാനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവളായിട്ട് കല്യാണം ഉറപ്പിച്ചേക്കാണ്. അത് നടക്കാറായി. അപ്പൊ ഇയാള് പറഞ്ഞു അവള് ചത്തുപോകുന്നു വേഗം. അപ്പൊ ധ്യാനാകെ ടെൻഷനായി. എന്നിട്ട് ഇയാള് പറഞ്ഞതൊക്കെ അവര് വിശ്വസിക്കും. എന്തൊരു മണ്ടന്മാരവര്, പൊട്ടന്മാര്, പൊട്ടന്ന ലോക പൊട്ടനാണ്. എന്നിട്ട് ധ്യാൻ ഇങ്ങനെ നായികേനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കും. ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. എന്നിട്ട് വീണ്ടും ഒരു സോങ്. ഇത് എന്തോ ആൽബാ, കല്യാണ ആൽബാ. പിന്നെ അത് കഴിഞ്ഞ് കുറെ നേരം ഇവരുടെ കൊണച്ച ലവ് സ്റ്റോറി കാട്ടി വെറുപ്പിച്ചില്ലാണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഫ്ലാഷ് ബാക്കിന്റെ ഉള്ളിൽ വേറെ ഫ്ലാഷ് ബാക്ക്. സംഭവം എന്നിട്ടാന്ന് വെച്ചാൽ നായികയ്ക്ക് വേറെ റിലേഷൻ ഉണ്ടായി. അതിനെ കുറിച്ചൊന്നും പറയുന്നതാ. വെർജിൻ അല്ലല്ലോ, അനാവശ്യം പറയരുത്. മിസ്റ്റർ SN സ്വാമി, നിങ്ങളുടെ ഏത് പടം എടുത്താലും ഇതുപോലത്തെ കച്ചറ സീൻ ഉണ്ടാവില്ല. അതെന്താ? അങ്ങനെ വേണ്ടേ? വേണം വേണം, തീർച്ചയായിട്ടും. എന്ത് കാര്യത്തിനാണത്? ഒരു സുഖം, ഒരു മനസുഖം. പിന്നെ വീണ്ടും വീണ്ടും ഇവരുടെ ലവ് സ്റ്റോറി കാട്ടി നമ്മളെ വെറുപ്പിച്ചില്ലാണ്ടാക്കും. പിന്നെ ധ്യാനിന്റെ ആ കൂട്ടുകാരനില്ലേ, അവൻ സിനിമാറ്റോഗ്രാഫറാ സിനിമയിലെ. അപ്പൊ അവൻ എടുക്കണ സിനിമയിലെ സീനുകളൊക്കെ എടുക്കുന്നതൊക്കെ നമ്മളെ കാട്ടി വെറുപ്പിക്കും കുറെ നേരം. പിന്നെ ഈ പടത്തിലൊരു ക്യാമിയോ ആണ് ഗൈസ്. ആരാ? എന്നിട്ട് ഈ ജ്ഞാപകം വന്നിട്ട് പറയും, നിന്റെ ഈ പ്രശ്നമൊക്കെ സഹായിക്കാനായിട്ട് ഒരു ഫിലോസഫി ഒക്കെ അറിയുന്ന ഒരു ആളുണ്ട്, മൂപ്പരെ കൊണ്ട് പറ്റുന്നു. മൂപ്പര് എത്തിസ്റ്റാണ്. എന്നിട്ടൊരു ഡയലോഗ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഓരോ റിലീജിയന്റെയും ഹിഡൻ സയൻസും അവർക്ക് വിഷയമാണ്. ഡേ സയൻസ് റിലീജിയനും കൂടി കൂട്ടിക്കൊഴക്കരുതിട്ടാ. അങ്ങനെ വേണ്ടേ? വേണം വേണം, തീർച്ചയായിട്ടും. എന്നിട്ട് ജ്ഞാപകം പറഞ്ഞ ആളുടെ അടുത്ത് ധ്യാൻ പോവും. എന്നിട്ട് അയാൾ പറയും, പ്രകൃതിക്ക് ശക്തി ഉണ്ട് പോലും, പ്രകൃതിയുടെ ശക്തി കൊണ്ട് നിന്റെ കാമുകിനെ രക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് ചാവാൻ പോണ 3 പേരെ നീ രക്ഷിക്കണമെങ്കിൽ പ്രകൃതി കനിയെന്ന് പറയും. എടാ, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ. ധ്യാൻ എന്നിട്ട് ഓടി നടന്ന് രക്ഷിക്കും ഓരോരുത്തർ. ഒരു ചായക്കടയിൽ ഒരാളെ തല്ലണ കണ്ടിട്ട് ആളെ ഓടിപ്പോയിട്ട് ധ്യാൻ രക്ഷിക്കും. അപ്പോൾ ഒരാളെ രക്ഷിച്ചു. പിന്നെ ധ്യാനേട്ട രണ്ടാമത്തെ ഒരാളെ രക്ഷിക്കാൻ ഒറ്റ പോക്ക. ആശുപത്രിയിൽ ഒരു ഡോക്ടർ ഒരാൾ വെട്ടാൻ വരും. അപ്പൊ ധ്യാൻ അവനെ രക്ഷിക്കും. ഇത്ര പേരെ രക്ഷിക്കാൻ ആര് വിജയ. എന്നിട്ട് പിന്നെ ഒരു ആക്സിഡന്റ് ആയ ഒരാളെയും കൂടി രക്ഷിക്കും. അങ്ങനെ 3 പേരെ രക്ഷിക്കൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ധ്യാനിന് ഒരു കോള് വരും ഗൈസ്. എന്നിട്ടാന്ന് വെച്ചാൽ നായികയ്ക്ക് ആശുപത്രിയിലാന്ന് വണ്ടി ഇടിച്ചിട്ട്. പക്ഷെ ആരും പേടിക്കണ്ട ഗൈസ്, ഇവൻ 3 പേരെ രക്ഷിച്ച കാരണം നായികയ്ക്കൊന്നും പറ്റിയില്ല. അങ്ങനെ പടം കഴിഞ്ഞു.